എടാ അന്തസ്സുള്ള KSUക്കാരാ, പോലീസിന്റെ മുട്ടിന്റെ ഇടയിലൂടെ തലപൂഴ്ത്തി വെച്ച് ഇരുന്നിട്ട് പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തല്ലിയെന്ന് പുറകിലിരുന്ന് ഗീർവാണം പറയാൻ അന്തസ്സിന്റെ അംശം ചേർന്നവന് പറയാൻ കഴിയുന്ന കാര്യമാണോ? എവിടെയായിരുന്നു ഇന്നലെ? യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ മുകളിലേക്ക് നോക്കി നക്ഷത്രമെണ്ണി നിന്നതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു SFIക്കാരന്റെ കണ്ണിലേക്ക് നോക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഒരു KSUക്കാരൻ ഇന്നലെ കേരള സർവകലാശാലക്കകത്തേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നോ? ഞങ്ങൾ ഒരാളെയും അടിക്കാൻ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ 500 SFIക്കാർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. KSUക്കാരനെ അടിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ സർവകലാശാല അടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തലായിരുന്നു പ്രധാനം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞങ്ങൾ വിജയിക്കുമ്പോൾ കൊതിക്കറിവ് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചത്. SFIക്കാരനെ തല്ലാൻ നട്ടല്ലില്ലാത്ത KSUക്കാരനോട് ഞങ്ങൾ പറയട്ടെ, SFIക്കാരനെ തല്ലാൻ നിങ്ങൾ പോലീസിന് ഇന്നലെ കൊട്ടേഷൻ കൊടുത്തു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് SFIക്കാരനെ തല്ലിച്ചതയ്ക്കാൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ കൊടുത്ത KSUക്കാരും കൊട്ടേഷൻ ഏറ്റെടുത്ത അവിടുത്തെ പോലീസുകാരും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ SFIയുടെ ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ വീഴുന്നത് വരെ ഈ കേരളത്തിനകത്തെ ഒരു വിദ്യാർത്ഥിയെ തൊടാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. അത് SFIയുടെ പ്രഖ്യാപനമാണ്. ഇനി ഞങ്ങളെ അടിച്ചു വീഴ്ത്തിയാൽ, അതാണ് ചിലയമാർ വിചാരിക്കുന്നത്, ആദ്യം അടിക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ, സംസ്ഥാന പ്രസിഡന്റിന്റെ പുറത്തും തലയിലും കയ്യിലുമാണ് എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഞങ്ങളങ്ങ് വീണുപോയാൽ, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടിയേറ്റ് താഴെ വീണാൽ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രണ്ട് വ്യക്തികളാണോ? ഞങ്ങൾ വീണുപോയാൽ ലക്ഷക്കണക്കിന് വരുന്ന SFIക്കാർ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഈ കേരളത്തിൽ തെരുവിലുണ്ടാവും. ആ സംഘടനയുടെ പേരാണ് SFI. അല്ലാതെ സമരം നടത്തുന്നതിന്റെ ഇടയ്ക്കേക്ക് ഒരേറുപടക്കം വീണാൽ ഗ്രൂപ്പ് തിരിഞ്ഞോടുന്ന KSUക്കാരന്റെ സംഘടനയല്ല SFIയുടെ സംഘടനയെന്ന് ഇവിടുത്തെ പോലീസ് അമ്മ മനസ്സിലാക്കണം.